ഹലോ ഓൾ, ഏവർക്കും PSC ടിപ്സ് ആൻഡ് ട്രിക്സിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. കറണ്ട് അഫയേഴ്സ് നമ്മൾ ചോദ്യപേപ്പറിലൊക്കെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക് തന്നെയാണ് നമ്മൾ കണ്ടതാണ്. അപ്പോൾ നിങ്ങളുടെ ഒരു അഭിപ്രായത്തിൽ ഒരു ആഴ്ചയിൽ ഒരു ക്ലാസ് എന്ന രീതിയിൽ കറണ്ട് അഫയേഴ്സ് കൊണ്ടുപോകുന്നത് എങ്ങനെയുണ്ടാവും ഒന്ന് അറിയിക്കുക കേട്ടോ കമന്റ് ബോക്സിൽ. നോക്കാം ഒന്നാമത്തെ ചോദ്യം. 2025 AI ആക്ഷൻ ഉച്ചകോടിക്ക് വേദിയാകുന്ന രാജ്യം ഏതാണ്? 2025 AI ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആക്ഷൻ ഉച്ചകോടിക്ക് വേദിയാകുന്ന രാജ്യം ഫ്രാൻസ് ആണ് കേട്ടോ, ഫ്രാൻസ്. 2024 ലോകത്തിലെ ഏറ്റവും സുരക്ഷിതമായ നഗരമായി തിരഞ്ഞെടുക്കപ്പെട്ടത് 2024 ലോകത്തിലെ തന്നെ ഏറ്റവും സുരക്ഷിതമായ നഗരമായി തിരഞ്ഞെടുക്കപ്പെട്ടത് അബുദാബിയാണ്, അബുദാബി. അമേരിക്കയുടെ എത്രാമത്തെ പ്രസിഡന്റാണ് ഡൊണാൾഡ് ട്രംപ്? ഡൊണാൾഡ് ട്രംപ് 47ാമത് പ്രസിഡന്റാണ്. അമേരിക്കയുടെ 47ാമത് പ്രസിഡന്റാണ് ഡൊണാൾഡ് ട്രംപ്. 2024 ഏറ്റവും കൂടുതൽ കോവിഡ് മരണം റിപ്പോർട്ട് ചെയ്ത സംസ്ഥാനം ഏതാണ്? 2024 ഏറ്റവും കൂടുതൽ കോവിഡ് മരണം റിപ്പോർട്ട് ചെയ്തത് കേരളത്തിലാണ്, കേരളം. ഇന്ത്യയിൽ ദേശീയ ബഹിരാകാശ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ഓഗസ്റ്റ് 23 കേട്ടോ, ഓഗസ്റ്റ് 23 ഇന്ത്യയിലെ ദേശീയ ബഹിരാകാശ ദിനം. ദേശീയ ബഹിരാകാശ ദിനം എന്നാണ്? ഓഗസ്റ്റ് 23. ലോകാരോഗ്യ സംഘടനയിൽ നിന്നും അടുത്തിടെ പിന്മാറിയ രാജ്യം ഏതാണ്? യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആണ് കേട്ടോ, US ആണ് ലോകാരോഗ്യ സംഘടനയിൽ നിന്നും ഈ അടുത്തിടെയായിട്ട് പിന്മാറിയത്. 2024 ഓടക്കുഴൽ പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? 2024 ഓടക്കുഴൽ പുരസ്കാര ജേതാവ് K അരവിന്ദാക്ഷനാണ്, K അരവിന്ദാക്ഷൻ. 2024 ഓടക്കുഴൽ പുരസ്കാര ജേതാവ് K അരവിന്ദാക്ഷൻ. ഒന്ന് റിവൈസ് ചെയ്യാം. 2025 AI ആക്ഷൻ ഉച്ചകോടിക്ക് വേദിയാകുന്ന രാജ്യം ഫ്രാൻസ് ആണ്. 2024 ലോകത്തിലെ തന്നെ ഏറ്റവും സുരക്ഷിതമായ നഗരമായി തിരഞ്ഞെടുക്കപ്പെട്ടത് അബുദാബിയാണ്. അമേരിക്കയുടെ എത്രാമത് പ്രസിഡന്റാണ് ഡൊണാൾഡ് ട്രംപ്? 47ാമത് പ്രസിഡന്റാണ്. 2024 ഏറ്റവും കൂടുതൽ കോവിഡ് മരണം റിപ്പോർട്ട് ചെയ്ത സംസ്ഥാനം കേരളം. ഇന്ത്യയിൽ ദേശീയ ബഹിരാകാശ ദിനമായി ആചരിക്കുന്ന ദിവസം ഓഗസ്റ്റ് 23. ലോകാരോഗ്യ സംഘടനയിൽ നിന്നും അടുത്തിടെ പിന്മാറിയ രാജ്യം US ആണ്, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആണ്. 2024 ഓടക്കുഴൽ പുരസ്കാര ജേതാവ് K അരവിന്ദാക്ഷനാണ്. ഓക്കെ, അടുത്തത്. 2025 ജനുവരിയിൽ ബ്രിക്സ് കൂട്ടായ്മയിൽ അംഗത്വം നേടിയ രാജ്യം ഏതാണ്? 2025 ബ്രിക്സിൽ ജോയിൻ ചെയ്ത രാജ്യം ഇന്തോനേഷ്യയാണ് കേട്ടോ, ഇന്തോനേഷ്യ. ഇന്ത്യയിലെ ആദ്യ ഓർഗാനിക് ഫിഷറീസ് ക്ലസ്റ്റർ നിലവിൽ വരുന്നത് സിക്കിമാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഓർഗാനിക് ഫിഷറീസ് ക്ലസ്റ്റർ, ഇന്ത്യയിലെ ആദ്യ ഓർഗാനിക് ഫിഷറീസ് ക്ലസ്റ്റർ നിലവിൽ വരുന്നത് സിക്കിമിലാണ്, സിക്കിം. ലോക അവയവദാന ദിനം എന്നാണ്? ലോക അവയവദാന ദിനം ഓഗസ്റ്റ് 13. ഓഗസ്റ്റ് 13. വിറ്റ്നസ് എന്നത് ആരുടെ ആത്മകഥയാണ്? വിറ്റ്നസ് എന്നത് സാക്ഷി മാലിക്കിന്റെ ആത്മകഥയാണ്. സാക്ഷി മാലിക്കിന്റെ ആത്മകഥയുടെ പേര് വിറ്റ്നസ് എന്നാണ്. 38ാമത് ദേശീയ ഗെയിംസിന്റെ വേദി? 38ാമത് ദേശീയ ഗെയിംസിന്റെ വേദി ഉത്തരാഖണ്ഡാണ്, ഉത്തരാഖണ്ഡ്. 38ാമത് ദേശീയ ഗെയിംസിന്റെ വേദി ഉത്തരാഖണ്ഡ്. പൂർണ്ണമായും സർക്കാർ മേഖലയിൽ പ്രവർത്തിക്കുന്ന രാജ്യത്തെ ആദ്യത്തെ പ്ലാസ്റ്റിക് മാലിന്യ സംസ്കരണ പ്ലാന്റ് നിലവിൽ വരുന്നത് കുന്നന്താനം, കുന്നന്താനത്താണ് നിലവിൽ വരുന്നത്. പൂർണ്ണമായും സർക്കാർ മേഖലയിൽ പ്രവർത്തിക്കുന്ന രാജ്യത്തെ ആദ്യത്തെ പ്ലാസ്റ്റിക് മാലിന്യ സംസ്കരണ പ്ലാന്റ് നിലവിൽ വരുന്നത് കുന്നന്താനത്താണ്. റിവൈസ് ചെയ്യാം. 2025 ജനുവരിയിൽ ബ്രിക്സ് കൂട്ടായ്മയിൽ അംഗത്വം നേടിയ രാജ്യം ഏതാണ്? ഇന്തോനേഷ്യയാണ്, ഇന്തോനേഷ്യ. ഇന്ത്യയിലെ ആദ്യ ഓർഗാനിക് ഫിഷറീസ് ക്ലസ്റ്റർ നിലവിൽ വരുന്നത് സിക്കിമിലാണ്. ലോക അവയവദാന ദിനം ഓഗസ്റ്റ് 13. വിറ്റ്നസ് എന്നത് സാക്ഷി മാലിക്കിന്റെ ആത്മകഥയാണ്. 38ാമത് ദേശീയ ഗെയിംസിന്റെ വേദി ഉത്തരാഖണ്ഡ്. പൂർണ്ണമായും സർക്കാർ മേഖലയിൽ പ്രവർത്തിക്കുന്ന രാജ്യത്തെ ആദ്യത്തെ പ്ലാസ്റ്റിക് മാലിന്യ സംസ്കരണ പ്ലാന്റ് നിലവിൽ വരുന്നത് കുന്നന്താനത്താണ്. കുന്നന്താനം പത്തനംതിട്ട ജില്ലയിലാണ് കേട്ടോ. അടുത്തത്. ഇന്ത്യൻ ഖോഖോ ടീമിനെ സ്പോൺസർ ചെയ്യുന്ന സംസ്ഥാനം? ഖോഖോയാണ് കേട്ടോ, ഖോഖോ. ഇന്ത്യൻ ഖോഖോ ടീമിനെ സ്പോൺസർ ചെയ്യുന്ന സംസ്ഥാനം ഒഡീഷയാണ്, ഒഡീഷ. ഇന്ത്യൻ ഖോഖോ ടീമിനെ സ്പോൺസർ ചെയ്യുന്നത് ഒഡീഷയാണ്. 2025 ദേശീയ കായിക മത്സരത്തിൽ കളരിപ്പയറ്റ് ഒരു മത്സര ഇനമായി ഉൾപ്പെടുത്തണമെന്ന് വിധി പ്രഖ്യാപിച്ച
ഹൈക്കോടതി ഏതാണ്? ഡൽഹി ഹൈക്കോടതിയാണ് കേട്ടോ. ഡൽഹി ഹൈക്കോടതി 2025 ദേശീയ കായിക മത്സരത്തിൽ കളരിപ്പയറ്റ് ഒരു മത്സര ഇനമായി ഉൾപ്പെടുത്തണമെന്ന് ഡൽഹി ഹൈക്കോടതി പ്രസ്താവിച്ചു. ഡൽഹി ഹൈക്കോടതിയാണ് അത്തരത്തിൽ പറഞ്ഞത്. ഏത് സംസ്ഥാന ഗവൺമെന്റാണ് സ്റ്റേറ്റ് വാട്ടർ ഇൻഫർമേഷൻ സെന്റർ സ്ഥാപിക്കാൻ തീരുമാനിച്ചത്? സ്റ്റേറ്റ് വാട്ടർ ഇൻഫർമേഷൻ സെന്റർ സ്ഥാപിക്കാൻ തീരുമാനിച്ചത് ഒഡീഷ ഗവൺമെന്റ് ആണ് കേട്ടോ. ഒഡീഷ ഗവൺമെന്റ്. ഒഡീഷയെ കുറിച്ച് ഇപ്പോൾ 2 പോയിന്റ്സ് ആയിട്ട്. ഇന്ത്യൻ ഖോഖോ ടീമിനെ സ്പോൺസർ ചെയ്യുന്നത് ഒഡീഷയാണ്. സ്റ്റേറ്റ് വാട്ടർ ഇൻഫർമേഷൻ സെന്റർ സ്ഥാപിക്കാൻ തീരുമാനിച്ചതും ഒഡീഷയാണ്. സ്വതന്ത്ര ഇന്ത്യയിലെ ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കുന്ന ആദ്യ സംസ്ഥാനം? സ്വതന്ത്ര ഇന്ത്യയിലെ ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കുന്ന ആദ്യ സംസ്ഥാനം ഉത്തരാഖണ്ഡാണ്. ഉത്തരാഖണ്ഡ്. അടുത്തത്, കരുവന്നൂർ എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആരാണ്? കരുവന്നൂർ എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആരാണ്? കരുവന്നൂർ എന്ന പുസ്തകം രചിച്ചിട്ടുള്ളത് ടി പത്മനാഭനാണ് കേട്ടോ. ടി പത്മനാഭൻ. കരുവന്നൂർ എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ടി പത്മനാഭൻ. നോക്കിക്കേ, ഇതാണ് ആ പുസ്തകം, ടി പത്മനാഭന്റെ കരുവന്നൂർ. അടുത്തത്, ഇന്ത്യയിലെ ആദ്യ ആർട്ടിഫിഷ്യൽ യൂണിവേഴ്സിറ്റി നിലവിൽ വരുന്ന സംസ്ഥാനം ഏതാണ്? ഇന്ത്യയിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ യൂണിവേഴ്സിറ്റി നിലവിൽ വരുന്ന സംസ്ഥാനം മഹാരാഷ്ട്രയാണ്. മഹാരാഷ്ട്ര. റിവൈസ് ചെയ്യാം. ഇന്ത്യൻ ഖോഖോ ടീമിനെ സ്പോൺസർ ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? ഒഡീഷയാണ്. ഒഡീഷ. 2025 ദേശീയ കായിക മത്സരത്തിൽ കളരിപ്പയറ്റ് ഒരു മത്സര ഇനമായി ഉൾപ്പെടുത്തണമെന്ന് വിധി പ്രസ്താവിച്ച ഹൈക്കോടതി ഡൽഹി ഹൈക്കോടതിയാണ്. ഏത് സംസ്ഥാന ഗവൺമെന്റാണ് സ്റ്റേറ്റ് വാട്ടർ ഇൻഫർമേഷൻ സെന്റർ സ്ഥാപിക്കാൻ തീരുമാനിച്ചത്? ഒഡീഷ ഗവൺമെന്റ് ആണ്. ഒഡീഷ. സ്വതന്ത്ര ഇന്ത്യയിൽ ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കുന്ന ആദ്യ സംസ്ഥാനമാണ് ഉത്തരാഖണ്ഡ്. കരുവന്നൂർ എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ടി പത്മനാഭനാണ്. ഇന്ത്യയിലെ ആദ്യ ആർട്ടിഫിഷ്യൽ യൂണിവേഴ്സിറ്റി നിലവിൽ വരുന്ന സംസ്ഥാനം മഹാരാഷ്ട്ര. അടുത്തത്, 2025 ചെസ് ലോകകപ്പിന് വേദിയാകുന്ന രാജ്യം ഏതാണ്? 2025 ചെസ് ലോകകപ്പിന് വേദിയാകുന്ന രാജ്യം ഇന്ത്യയാണ്. ഇന്ത്യ. 2025 അന്തരിച്ച പ്രശസ്ത സിനിമാ സംവിധായകൻ ഷാഫിയുടെ യഥാർത്ഥ പേരെന്താണ്? യഥാർത്ഥ പേര് ചോദിക്കുന്ന ഒരു പതിവ് PSCക്കുണ്ട്. അപ്പോൾ നോട്ട് ചെയ്ത് വെക്കുക. 2025 അന്തരിച്ച പ്രശസ്ത സിനിമാ സംവിധായകൻ ഷാഫിയുടെ യഥാർത്ഥ പേര് MH റഷീദ് എന്നാണ്. MH റഷീദ്. 2025 ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷ സിംഗിൾസ് കിരീട ജേതാവ് ജാനിക് സിന്നർ ആണ്. ജാനിക് സിന്നർ. 2025 ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷ സിംഗിൾസിന്റെ കിരീട ജേതാവ് ജാനിക് സിന്നർ ആണ്. ചോദ്യം, ഇദ്ദേഹത്തിന്റെ രാജ്യം ഏതാണ്? ജാനിക് സിന്നർ ഏത് രാജ്യക്കാരനാണ്? ഇറ്റലിയാണ് കേട്ടോ. ഇറ്റലി. 2025 ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷ സിംഗിൾസ് കിരീട ജേതാവ് ജാനിക് സിന്നർ ഏത് രാജ്യക്കാരനാണ്? ഇറ്റലിയാണ്. ഇറ്റലി. അണ്ടർ 19 വനിതാ ക്രിക്കറ്റ് ലോകകപ്പിന്റെ വേദി എവിടെയാണ്? അണ്ടർ 19 വനിതാ ക്രിക്കറ്റ് ലോകകപ്പിന്റെ വേദി ക്വാലാലംപൂർ ആണ്. അണ്ടർ 19 വനിതാ ക്രിക്കറ്റിന്റെ ലോകകപ്പിന്റെ വേദി. 2025 ജനുവരിയിൽ ലോകാരോഗ്യ സംഘടനയുടെ റിപ്പോർട്ട് പ്രകാരം മലേറിയ വിമുക്തമായ 45ാമത് രാജ്യം ഏതാണ്? ജോർജിയയാണ് കേട്ടോ. ജോർജിയ ഈ അടുത്തിടെയാണ് മലേറിയ വിമുക്തമായിട്ട് സർട്ടിഫൈ ചെയ്യപ്പെട്ടത്. 2025 ജാനുവരിയിലാണ് ലോകാരോഗ്യ സംഘടന മലേറിയ വിമുക്തമായ 45ാമത് രാജ്യമായി ജോർജിയയെ പ്രഖ്യാപിച്ചത്. ഇന്ത്യയിലെ ആദ്യ ആർട്ടിസ്റ്റ് ഡാറ്റാ ബാങ്ക് പുറത്തിറക്കിയത് ആരാണ്? കേരള സംഗീത നാടക അക്കാദമിയാണ് ഇന്ത്യയിലെ ആദ്യത്തെ ആർട്ടിസ്റ്റ് ഡാറ്റാ ബാങ്ക് പുറത്തിറക്കിയത്. കേരള സംഗീത നാടക അക്കാദമിയാണ്. ഓക്കെ. 2025 ചെസ് ലോകകപ്പിന് വേദിയാകുന്ന രാജ്യം ഇന്ത്യ. 2025 ചെസ് ലോകകപ്പിന് വേദിയാകുന്ന രാജ്യം ഇന്ത്യ. 2025 അന്തരിച്ച സിനിമാ സംവിധായകൻ ഷാഫിയുടെ യഥാർത്ഥ പേര് MH റഷീദ്. 2025 ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷ സിംഗിൾസ് കിരീട ജേതാവ് ജാനിക് സിന്നർ. അദ്ദേഹത്തിന്റെ രാജ്യം ഇറ്റലിയാണ്. ഇറ്റലി. അണ്ടർ 19 വനിതാ ക്രിക്കറ്റ് ലോകകപ്പിന്റെ വേദി കോലാലംപൂർ. 2025 ജനുവരിയിൽ ലോകാരോഗ്യ സംഘടന മലേറിയ വിമുക്തമായ 45ാമത് രാജ്യം എന്ന് പ്രഖ്യാപിച്ചത് ജോർജിയയാണ്. ജോർജിയ. 45ാമത് രാജ്യമാണ് കേട്ടോ. 45ാമത് രാജ്യം ജോർജിയ.
ഇന്ത്യയിലെ ആദ്യ ആർട്ടിസ്റ്റ് ഡാറ്റാ ബാങ്ക് പുറത്തിറക്കിയത് കേരള സംഗീത നാടക അക്കാദമി. ഇന്ത്യയിലെ ആദ്യത്തെ ആർട്ടിസ്റ്റ് ഡാറ്റാ ബാങ്ക് പുറത്തിറക്കിയത് കേരള സംഗീത നാടക അക്കാദമി. അടുത്തത്, മജ്ജ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് സഹായകമാകുന്ന ബോൺ മാരോ ഡോണർ രജിസ്ട്രി തയ്യാറാക്കുന്ന സംസ്ഥാനം ഏതാണ്? മജ്ജ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് സഹായകമാകുന്ന ബോൺ മാരോ ഡോണർ രജിസ്ട്രി തയ്യാറാക്കുന്ന സംസ്ഥാനം കേരളമാണ് കേട്ടോ, കേരളം. സ്ത്രീ തൊഴിലാളികൾ തൊഴിലിടങ്ങളിൽ നേരിടുന്ന പ്രശ്നങ്ങൾ തൊഴിൽ വകുപ്പിനെ അറിയിക്കാൻ സജ്ജമാക്കിയ കോൾ സെന്ററിന്റെ പേരാണ് സഹജ എന്നത്. സഹജ. സ്ത്രീ തൊഴിലാളികൾ തൊഴിലിടങ്ങളിൽ നേരിടുന്ന പ്രശ്നങ്ങൾ തൊഴിൽ വകുപ്പിനെ അറിയിക്കുന്നതിന് വേണ്ടി തയ്യാറാക്കിയ കോൾ സെന്ററിന്റെ പേരെന്താണ്? സഹജ എന്നാണ്. സഹജ. കൊച്ചിയിൽ നടന്ന 66ാമത് സംസ്ഥാന സ്കൂൾ കായികമേളയിൽ ചീഫ് മിനിസ്റ്റേഴ്സ് ട്രോഫി നേടിയ ജില്ല ഏതാണ്? കൊച്ചിയിൽ നടന്ന 66ാമത് സംസ്ഥാന സ്കൂൾ കായികമേളയിൽ ചീഫ് മിനിസ്റ്റേഴ്സ് ട്രോഫി നേടിയ ജില്ല തിരുവനന്തപുരമാണ്. ഇവിടെ 2-3 പോയിന്റ്സ് കൂടി നമുക്ക് കിട്ടും. 66ാമത് സംസ്ഥാന സ്കൂൾ കായികമേള എവിടെ വെച്ച് നടന്നു? കൊച്ചിയിൽ വെച്ചാണ്. കൊച്ചിയിൽ വെച്ച് നടന്ന സംസ്ഥാന സ്കൂൾ കായികമേള എത്രാമതാണ്? 66ാമതാണ്. ചീഫ് മിനിസ്റ്റേഴ്സ് ട്രോഫി നേടിയ ജില്ല തിരുവനന്തപുരം. ഓക്കെ. അടുത്തത്, തോട്ടിയാർ ജലവൈദ്യുത പദ്ധതി ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? തോട്ടിയാർ ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത് ഇടുക്കി ജില്ലയിലാണ്. ഇടുക്കി ജില്ല. റേഷൻ കാർഡുമായി ബന്ധപ്പെട്ട പരാതികൾ പരിഹരിക്കുന്നതിനായി സംസ്ഥാന സിവിൽ സപ്ലൈസ് വകുപ്പ് ആരംഭിച്ച പദ്ധതിയുടെ പേരാണ് തെളിമ. റേഷൻ കാർഡുമായി ബന്ധപ്പെട്ട പരാതികൾ പരിഹരിക്കുന്നതിനായി സംസ്ഥാന സിവിൽ സപ്ലൈസ് വകുപ്പ് ആരംഭിച്ച പദ്ധതി ഏതാണ്? തെളിമയാണ്. തെളിമ. അനധികൃത ഖനനം തടയാൻ ഇന്ത്യയിൽ ആദ്യമായി ഡ്രോൺ സർവീസ് നടപ്പിലാക്കുന്ന സംസ്ഥാനമാണ് കേരളം. അനധികൃത ഖനനം തടയുന്നതിന് വേണ്ടിയിട്ട് ഇന്ത്യയിൽ തന്നെ ആദ്യമായി ഡ്രോൺ സർവീസ് നടപ്പിലാക്കുന്ന സംസ്ഥാനം നമ്മുടെ കേരളമാണ്. കേരളം. നോക്കാം. മജ്ജ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് സഹായകമാകുന്ന രജിസ്ട്രി ഏതാണ്? ബോൺ മാരോ ഡോണർ രജിസ്ട്രി തയ്യാറാക്കുന്ന സംസ്ഥാനം കേരളമാണ്. കേരളം. സ്ത്രീ തൊഴിലാളികൾ തൊഴിലിടങ്ങളിൽ നേരിടുന്ന പ്രശ്നങ്ങൾ തൊഴിൽ വകുപ്പിനെ അറിയിക്കുന്നതിനായി സജ്ജമാക്കിയ കോൾ സെന്ററിന്റെ പേരാണ് സഹജ എന്നത്. സഹജ. കൊച്ചിയിൽ നടന്ന 66ാമത് സംസ്ഥാന സ്കൂൾ കായികമേളയിൽ ചീഫ് മിനിസ്റ്റേഴ്സ് ട്രോഫി നേടിയ ജില്ലയാണ് തിരുവനന്തപുരം. തോട്ടിയാർ ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? തോട്ടിയാർ ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത് ഇടുക്കി ജില്ലയിലാണ്. ഇടുക്കി. റേഷൻ കാർഡുമായി ബന്ധപ്പെട്ട പരാതികൾ പരിഹരിക്കുന്നതിനായി സംസ്ഥാന സിവിൽ സപ്ലൈസ് വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് തെളിമ പദ്ധതി. തെളിമ റേഷൻ കാർഡുമായി ബന്ധപ്പെട്ടിരിക്കുന്നുവെന്ന് ഓർത്തിരിക്കുക. അനധികൃത ഖനനം തടയുന്നതിനായി ഇന്ത്യയിൽ ആദ്യമായി ഡ്രോൺ സർവീസ് നടപ്പിലാക്കുന്ന സംസ്ഥാനം കേരളം. അടുത്തത്, ഗൾഫ് രാജ്യങ്ങളിൽ ആദ്യമായി ആദായ നികുതി ഏർപ്പെടുത്തിയത് ഏത് രാജ്യമാണ്? ഗൾഫ് രാജ്യങ്ങളിൽ ആദ്യമായി ആദായ നികുതി ഏർപ്പെടുത്തിയത് സൗദി അറേബ്യയാണ്. ഗൾഫ് രാജ്യങ്ങളിൽ തന്നെ ആദ്യമായി ആദായ നികുതി ഏർപ്പെടുത്തിയത്. വേൾഡ് സൈബർ ക്രൈം ഇൻഡെക്സ് 24 പ്രകാരം സൈബർ കുറ്റകൃത്യങ്ങളിൽ ലോകത്ത് 1ാമതുള്ള രാജ്യമാണ് റഷ്യ. വേൾഡ് സൈബർ ക്രൈം ഇൻഡെക്സ് 2024 പ്രകാരം സൈബർ കുറ്റകൃത്യങ്ങളിൽ ലോകത്ത് 1ാമതുള്ള രാജ്യം റഷ്യയാണ്. 2027 ദേശീയ ഗെയിംസിന്റെ വേദി എവിടെയാണ്? 2027 ആണ് കേട്ടോ. 2027 ദേശീയ ഗെയിംസിന്റെ വേദി മേഘാലയ. സ്പോർട്സ് എക്സ്പേർട്സ് അഡ്വൈസറി കമ്മിറ്റിയിൽ അംഗമായ മലയാളി താരം ആരാണ്? ഷൈനി വിൽസൺ ആണ്. സ്പോർട്സ് എക്സ്പേർട്സ് അഡ്വൈസറി കമ്മിറ്റിയിൽ അംഗമായ മലയാളി താരം ഷൈനി വിൽസൺ ആണ്. ഇന്ത്യയിലെ ആദ്യത്തെ തദ്ദേശീയമായ ഓട്ടോമേറ്റഡ് ബയോമെഡിക്കൽ മാലിന്യ സഹകരണ പ്ലാന്റ് എവിടെയാണ്? ന്യൂഡൽഹിയിലാണ് കേട്ടോ. ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ തദ്ദേശീയ ഓട്ടോമേറ്റഡ് ബയോമെഡിക്കൽ മാലിന്യ സഹകരണ പ്ലാന്റ് ന്യൂഡൽഹിയിലാണ്. അതിഥി തൊഴിലാളികൾക്ക് സുരക്ഷാ ബോധവൽക്കരണം നൽകുന്നതിനായി അഗ്നിരക്ഷാസേന തയ്യാറാക്കിയ പദ്ധതിയാണ് മിലാപ്പ്.
അതിഥി തൊഴിലാളികൾക്ക് സുരക്ഷാ ബോധവൽക്കരണം നൽകുന്നതിനായി അഗ്നിരക്ഷാസേന തയ്യാറാക്കിയ പദ്ധതിയാണ് മിലാപ്പ്. മിലാപ്പ് എന്നത് അതിഥി തൊഴിലാളികളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അതിഥി തൊഴിലാളികളുമായി ബന്ധപ്പെട്ട പദ്ധതിയാണ് മിലാപ്പ്. ഓക്കെ. ഗൾഫ് രാജ്യങ്ങളിൽ ആദ്യമായി ആദായ നികുതി ഏർപ്പെടുത്തിയത് സൗദി അറേബ്യയാണ്. ഗൾഫ് രാജ്യങ്ങളിൽ ആദ്യമായി ആദായ നികുതി ഏർപ്പെടുത്തിയത് സൗദി അറേബ്യ. വേൾഡ് സൈബർ ക്രൈം ഇൻഡെക്സ് 24 പ്രകാരം സൈബർ കുറ്റകൃത്യങ്ങളിൽ ലോകത്ത് ഒന്നാമതുള്ള രാജ്യം റഷ്യയാണ്. 2027 ദേശീയ ഗെയിംസിന്റെ വേദി മേഘാലയാണ്. മേഘാലയ. സ്പോർട്സ് എക്സ്പേർട്സ് അഡ്വൈസറി കമ്മിറ്റിയിൽ അംഗമായ മലയാളി താരം ഷൈനി വിൽസൺ. ഇന്ത്യയിലെ ആദ്യത്തെ തദ്ദേശീയ ഓട്ടോമേറ്റഡ് ബയോമെഡിക്കൽ മാലിന്യ സഹകരണ പ്ലാന്റ് ന്യൂഡൽഹിയിലാണ്. അതിഥി തൊഴിലാളികൾക്ക് സുരക്ഷാ ബോധവൽക്കരണം നൽകുന്നതിനായി അഗ്നിരക്ഷാസേന തയ്യാറാക്കിയ പദ്ധതി മിലാപ്പ് പദ്ധതി. അടുത്തത്, വന്യമൃഗ ആക്രമണം തടയാൻ വനവകുപ്പ് ഏർപ്പെടുത്താൻ പോകുന്ന സംവിധാനത്തിന്റെ പേരാണ് വിസ്റ്റ ക്ലിയറൻസ് എന്നത്. വിസ്റ്റ ക്ലിയറൻസ്. വന്യമൃഗ ആക്രമണം തടയുന്നതിനായിട്ട് വനവകുപ്പ് ഏർപ്പാടാക്കിയ സംവിധാനമാണ് വിസ്റ്റ ക്ലിയറൻസ്. വിസ്റ്റ ക്ലിയറൻസ്. ഏഷ്യയിലെ ഏറ്റവും വലിയ വ്യോമ പ്രദർശനമായ എയ്റോ ഇന്ത്യ 2025 വേദി യലഹങ്ക എയർഫോഴ്സ് സ്റ്റേഷൻ ബാംഗ്ലൂരാണ് കേട്ടോ. എയർഫോഴ്സ് സ്റ്റേഷൻ. ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ വ്യോമ പ്രദർശനം ഏതാണ്? എയ്റോ ഇന്ത്യ 2025 ആണ്. എയ്റോ ഇന്ത്യ 2025. എയ്റോ ഇന്ത്യ 2025 വേദി യലഹങ്ക എയർഫോഴ്സ് സ്റ്റേഷൻ ആണ്, ബാംഗ്ലൂർ. ഓക്കെ. യലഹങ്ക എയർഫോഴ്സ് സ്റ്റേഷൻ ബാംഗ്ലൂർ ആണ് എയ്റോ ഇന്ത്യ 2025 വേദി. അത് ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ഒരു വ്യോമ പ്രദർശനമാണ്. ഇനി എന്താണ് ഭാഷിണി എന്ന് പറയുന്നത്? ഭാഷിണി എന്താണ്? ഇന്ത്യൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് നയിക്കുന്ന ഭാഷാ വിവർത്തന പരിപാടിയാണ് ഭാഷിണി എന്നത്. ഇന്ത്യൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് AI നയിക്കുന്ന ഭാഷാ വിവർത്തന പരിപാടിയാണ് ഭാഷിണി. കണക്റ്റഡ് ആയിട്ടുള്ള ചോദ്യമാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ബഹുഭാഷാ ഭരണത്തിനായി ഭാഷിണിയുമായി ധാരണാപത്രം ഒപ്പുവെച്ച ആദ്യ വടക്കുകിഴക്കൻ സംസ്ഥാനം ഏതാണ്? ത്രിപുരയാണ് കേട്ടോ. ത്രിപുര. ബഹുഭാഷാ ഭരണത്തിന് വേണ്ടിയിട്ട് ഭാഷിണിയുമായി ധാരണാപത്രം ഒപ്പുവെച്ച വടക്കുകിഴക്കൻ സംസ്ഥാനമാണ് ത്രിപുര. ത്രിപുര. ICC ടെസ്റ്റ് റാങ്കിങ്ങിൽ ഉയർന്ന റേറ്റിംഗ് സ്വന്തമാക്കുന്ന ഇന്ത്യൻ ബൗളറാണ് ജസ്പ്രീത് ബുംറ. അന്താരാഷ്ട്ര ഹിമാനി ദിനം എന്നാണ്. അന്താരാഷ്ട്ര ഹിമാനി ദിനം മാർച്ച് 21. അന്താരാഷ്ട്ര ഹിമാനി ദിനം മാർച്ച് 21. വന്യമൃഗ ആക്രമണം തടയാൻ വനം വകുപ്പ് ഏർപ്പെടുത്താൻ പോകുന്ന സംവിധാനത്തിന്റെ പേര് വിസ്റ്റ ക്ലിയറൻസ് എന്നാണ്. ഏഷ്യയിലെ ഏറ്റവും വലിയ വ്യോമ പ്രദർശനമായ എയ്റോ ഇന്ത്യ 2025 വേദി ബാംഗ്ലൂരിലെ യലഹങ്ക എയർഫോഴ്സ് സ്റ്റേഷനാണ്. ഭാഷിണി എന്നാൽ ഇന്ത്യൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് നയിക്കുന്ന ഭാഷാ വിവർത്തന പരിപാടിയാണ്. ബഹുഭാഷാ ഭരണത്തിനായിട്ട് ഭാഷിണിയുമായി ധാരണാപത്രം ഒപ്പുവെച്ച ആദ്യ വടക്കു കിഴക്കൻ സംസ്ഥാനമാണ് ത്രിപുര. ത്രിപുര. ICC ടെസ്റ്റ് റാങ്കിങ്ങിൽ ഉയർന്ന റേറ്റിംഗ് സ്വന്തമാക്കുന്ന ഇന്ത്യൻ ബൗളറാണ് ജസ്പ്രീത് ബുംറ. അന്താരാഷ്ട്ര ഹിമാനി ദിനം മാർച്ച് 21. അന്താരാഷ്ട്ര ഹിമാനി ദിനം മാർച്ച് 21. അടുത്തത്, 2023-24 സാമ്പത്തിക വർഷത്തിലെ റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ ഏറ്റവും കൂടുതൽ കാപ്പി ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഏതാണ്? ലോകത്തിലെ ഏറ്റവും കൂടുതൽ കാപ്പി ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ബ്രസീലാണ്. ബ്രസീൽ. സ്വർണവും വിലയേറിയ രത്നങ്ങളും മറ്റും കൊണ്ടുപോകുന്നതിനായിട്ട് ഇ വേ ബിൽ നിർബന്ധമാക്കിയ സംസ്ഥാനം കേരളമാണ്. കേരളം. ഇ വേ ബിൽ നിർബന്ധമാക്കിയ സംസ്ഥാനമാണ് കേരളം. സ്വർണവും മറ്റു വിലയേറിയ രത്നങ്ങളും കൊണ്ടുപോകുന്നതിനായിട്ട് ഇ വേ ബിൽ നിർബന്ധമാക്കിയ സംസ്ഥാനമാണ് കേരളം. കേരളം. ഇന്ത്യയിൽ ആദ്യമായി വാട്സപ്പ് ഗവേണൻസ് ആണ് കേട്ടോ. വാട്സപ്പ് ഗവേണൻസ് ആരംഭിച്ച സംസ്ഥാനം ആന്ധ്രാപ്രദേശ് ആണ്. ഇത് നമ്മൾ ടൈപ്പിംഗിൽ വന്നൊരു തെറ്റാണ് കേട്ടോ. ഗവേണൻസ് ആണ്. ഗവേണൻസ്. വാട്സപ്പ് ഗവേണൻസ് ആരംഭിച്ചത് ആന്ധ്രാപ്രദേശ് ആണ്. ഇന്ത്യയിൽ ആദ്യമായി വാട്സപ്പ് ഗവേണൻസ് ആരംഭിച്ച സംസ്ഥാനം ആന്ധ്രാപ്രദേശ്. 2025 റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ മികച്ച ടാബ്ലോയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഉത്തർപ്രദേശിൻ്റെതാണ് കേട്ടോ. ഉത്തർപ്രദേശ്. 2025 റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ മികച്ച ടാബ്ലോയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഉത്തർപ്രദേശ്.
ജൈവ വൈവിധ്യ സംരക്ഷണ പ്രവർത്തന മികവിന് വനം വകുപ്പിന്റെ വനമിത്ര പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? മാതൃഭൂമിക്കാണ് കേട്ടോ, മാതൃഭൂമി. ജൈവ വൈവിധ്യ സംരക്ഷണത്തിന്റെ പ്രവർത്തന മികവിന് വനം വകുപ്പിന്റെ വനമിത്ര പുരസ്കാരം ലഭിച്ചത് മാതൃഭൂമിക്കാണ്. സരസ്വതി മഹോത്സവ് 2025 വേദി എവിടെയാണ്? സരസ്വതി മഹോത്സവ് 2025 വേദി ഹരിയാനയാണ്. ഹരിയാന. 2023-24 സാമ്പത്തിക വർഷത്തിലെ റിപ്പോർട്ട് പ്രകാരം ലോകത്തിൽ ഏറ്റവും കൂടുതൽ കാപ്പി ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ബ്രസീലാണ്. സ്വർണവും വിലയേറിയ രത്നങ്ങളും കൊണ്ടുപോകുന്നതിനായിട്ട് ഇ-വേ ബിൽ നിർബന്ധിതമാക്കിയ സംസ്ഥാനം കേരളമാണ്. കേരളം. ഇന്ത്യയിൽ ആദ്യമായി വാട്സപ്പ് ഗവേണൻസ് ആരംഭിച്ച സംസ്ഥാനം ഏതാണ്? ആന്ധ്രാപ്രദേശ് ആണ് കേട്ടോ, ആന്ധ്രാപ്രദേശ്. 2025-25 റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ മികച്ച ടാബ്ലോയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഉത്തർപ്രദേശാണ്. ഉത്തർപ്രദേശ്. ജൈവ വൈവിധ്യ സംരക്ഷണ പ്രവർത്തന മികവിന് വനം വകുപ്പിന്റെ വനമിത്ര പുരസ്കാരം ലഭിച്ചത് മാതൃഭൂമിക്കാണ്. മാതൃഭൂമി. സരസ്വതി മഹോത്സവ് 2025 വേദി ഹരിയാന. ഓക്കെ, അടുത്തത് ഗ്രാമകോടതി ആരംഭിച്ച കേരളത്തിലെ നിയോജക മണ്ഡലം ഏതാണ്? ഗ്രാമകോടതി ആരംഭിച്ച കേരളത്തിലെ നിയോജക മണ്ഡലമാണ് വാമനപുരം. 2025 പന്തളം കേരളവർമ്മ കവിതാ പുരസ്കാരത്തിന് അർഹയായത് ആരാണ്? 2025 പന്തളം കേരളവർമ്മ കവിതാ പുരസ്കാര ജേതാവ് VM ഗിരിജയാണ്. VM ഗിരിജ. ഹൗ ഇന്ത്യ സ്കെയിൽസ് മൗണ്ട് G20 എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആരാണ്? ഹൗ ഇന്ത്യ സ്കെയിൽസ് മൗണ്ട് G20 എന്ന പുസ്തകത്തിന്റെ രചയിതാവ് അമിതാഭ് കാന്ത് ആണ്. അമിതാഭ് കാന്ത്. ഇതാ നോക്കിക്കേ, ഇതാണ് ആ പുസ്തകം. ഹൗ ഇന്ത്യ സ്കെയിൽഡ് മൗണ്ട് G20. ഹൗ ഇന്ത്യ സ്കെയിൽഡ് മൗണ്ട് G20 എന്നത് അമിതാഭ് കാന്തിന്റെ പുസ്തകമാണ്. അമിതാഭ് കാന്ത്. അടുത്തത് 2025 ഹരിവരാസന പുരസ്കാര ജേതാവ് ആരാണ്? കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയാണ്. കൈതപ്രം ദാമോദരൻ നമ്പൂതിരി. 2025 ഹരിവരാസന പുരസ്കാര ജേതാവ് കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരിയാണ്. ഓക്കെ. ഗ്രാമകോടതി ആരംഭിച്ച കേരളത്തിലെ നിയോജക മണ്ഡലം ഏതാണ്? വാമനപുരമാണ്. 2025 പന്തളം കേരളവർമ്മ കവിതാ പുരസ്കാര ജേതാവ് VM ഗിരിജയാണ്. ഹൗ ഇന്ത്യ സ്കെയിൽഡ് മൗണ്ട് G20 എന്ന പുസ്തകത്തിന്റെ രചയിതാവ് അമിതാഭ് കാന്ത്. 2025 ഹരിവരാസന പുരസ്കാര ജേതാവ് കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരിയാണ്. ഓക്കെ ആണല്ലോ. അപ്പൊ ഇത്രയും ചോദ്യങ്ങളാണ് ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. താങ്ക് യു സോ മച്ച്.